പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂലൈ 9 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു സന്ദർശിച്ച ഉദയഗിരി ഗുഹ ഇതേത് സംസ്ഥാനത്താണ്? ഇന്ത്യയുടെ പ്രൊഫഷണൽ അത്ലറ്റായിട്ടുള്ള അവിനാഷ് സാബ്ളെ അദ്ദേഹത്തിന്റെ ഈവന്റ് ഏതാണ്? അതുപോലെ തന്നെ UK ആദ്യത്തെ ഒരു വനിതാ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് ആരാണ് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും ആ നോളജ് നമുക്ക് എപ്പോഴും ഓരോ പരീക്ഷകളിലും എവിടെയും നമുക്ക് സഹായിക്കുകയുള്ളൂ. ജെഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് NCPCR ഏത് സംസ്ഥാനത്താണ് മൈക്ക മൈനുകൾ ബാലവേലരഹിതമായി പ്രഖ്യാപിച്ചത്? ജാർഖണ്ഡ്. NCPCR എന്നാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ജാർഖണ്ഡിലെ മൈക്ക മൈനുകൾ അവിടെ ബാലവേലരഹിത പ്രദേശമായിട്ട് മാറ്റി. ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് NCPCRന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രിയാങ്ക് കനുങ്ക ആണ്. NCPCRന്റെ ചെയർപേഴ്സൺ ആണ് പ്രിയാങ്ക് കനുങ്ക. ജാർഖണ്ഡിലെ കോഡർമ എന്ന സ്ഥലത്ത് വെച്ചുള്ള ഒരു ചടങ്ങിൽ വെച്ചാണ് ഈ ഒരു പ്രഖ്യാപനം, അതായത് ജാർഖണ്ഡിലെ മൈക്ക മൈനുകൾ ഇനി ബാലവേലരഹിത പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിച്ചെന്ന കാര്യം. ജാർഖണ്ഡിലെ മിക്കവാറും എല്ലാ സ്കൂളുകളിലും സംഭവിക്കുന്നത് കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം എന്ന് പറയുമ്പോൾ മൈക്ക എടുക്കുന്നതിന് വേണ്ടി ഓരോ മൈനുകളിലും നിരവധി കുട്ടികളാണ് മൈക്ക അത് ശേഖരിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ തന്നെ സ്കൂളുകളിലെ എണ്ണം കുറവാണ്. അത് അവരുടെ ഭാവിയെ ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ട് ഹേമന്ത് സോറൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. മൈക്ക എന്ന പ്രോഡക്റ്റ് നമ്മുടെ ഇന്ത്യ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും അത് കോസ്മെറ്റിക് മേഖലയിലാണ് ഉപയോഗിക്കുന്നത്. ചൈനയാണ് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അതേപോലെ ഇന്ത്യയാണെങ്കിൽ 8ാമത്തെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന്. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത രാജ്യമാണ് ചൈന. ഇന്ത്യ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത 2ാമത്തെ രാജ്യമാണ്. 2024 ജൂലൈ 8 രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദർശിച്ച ഉദയഗിരി ഗുഹ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. 2024 ജൂലൈ 8 ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഒഡീഷയിലെ ഭുവനേശ്വറിലുള്ള യുനെസ്കോന്റെ സൈറ്റ് ആയിട്ടുള്ള ഉദയഗിരി കേവ് സന്ദർശിച്ചു. ഈ കഴിഞ്ഞ ജൂലൈ 8 ആയിരുന്നു ഭുവനേശ്വറിലെ ഉദയഗിരി കേവ്സിൽ ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു സന്ദർശിച്ചത്. ഉദയഗിരി ഗുഹകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ബ്രാഹ്മി ലിപിയിൽ കൊത്തിവെച്ചിട്ടുള്ള ഹാത്തിഗുംബ ഇൻസ്ക്രിപ്ഷൻ, അതായത് ഹാത്തിഗുംബ ലിഖിതങ്ങളാണ്. അതിലേക്ക് കടക്കുമ്പോൾ തന്നെ കാണുന്ന ഒന്നാണ് ജൈൻ നമോക്കാർ മന്ത്ര. ഇത് കൊത്തിവെച്ചിട്ടുള്ളത് ബ്രാഹ്മി ലിപിയിലാണ്. ഒഡീഷയുടെ മുമ്പത്തെ പേരായിട്ടുള്ള കലിംഗയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള രാജാവായിരുന്നു ഖാരവേല. അദ്ദേഹത്തിന്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ ഹാത്തിഗുംബ ലിഖിതത്തിൽ കൊത്തിവെച്ചിട്ടുള്ള ഒന്നാണ് ഉദയഗിരി കേവ്. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഉദയഗിരി കേവ്സ്. 2024 ജൂലൈ 7 ഫ്രാൻസിൽ നടന്ന പാരീസ് ഡയമണ്ട് ലീഗിൽ 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യക്കാരൻ ആരാണ്? അവിനാഷ് സാബ്ളെ. ഇന്ത്യയിലെ പ്രൊഫഷണൽ അത്ലറ്റാണ് അവിനാഷ് സാബ്ളെ. അവിനാഷ് സാബ്ളയുടെ ഈവന്റ് ആണ് സ്റ്റീപ്പിൾ ചേസ്. സ്റ്റീപ്പിൾ ചേസ് എന്ന ഒരു ഈവന്റിൽ 3000 മീറ്ററിന്റെ ഈവന്റിലാണ് പാരീസ് ഡയമണ്ട് ലീഗിൽ അവിനാഷ് സാബ്ളെ നാഷണൽ റെക്കോർഡ് തകർത്തിട്ടുള്ളത്. സ്പോർട്സിനെ കുറിച്ച് മിക്കവാറും വരുന്ന ചോദ്യങ്ങളാണ് ആ വ്യക്തി ഏത് ഈവന്റാണ് മത്സരിക്കുന്നത് എന്നത്. അവിനാഷ് സാബ്ളെ സ്റ്റീപ്പിൾ ചേസ് എന്ന ഈവന്റിലാണ് മത്സരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ പാരീസ് ഡയമണ്ട് ലീഗിലാണ് നാഷണൽ റെക്കോർഡ് തകർത്തിട്ടുള്ളത്. സ്റ്റീപ്പിൾ ചേസ് എന്നാൽ എന്താണ്? സ്റ്റീപ്പിൾ ചേസ് എന്നാൽ ഹേർഡിൽസ്, അതുപോലെ തന്നെ വെള്ളത്തിലൂടെ ഓടുക, തടസ്സങ്ങളെ മറികടന്നുകൊണ്ടുള്ള ഒരു ഓട്ടം. അതാണ് 3000 മീറ്ററിന്റെ സ്റ്റീപ്പിൾ ചേസ്. ഇതിൽ അവിനാഷ് സാബ്ളെ 8 മിനിറ്റ് 9.91 സെക്കൻഡ് കൊണ്ടാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. നാഷണൽ റെക്കോർഡ് തകർത്തിട്ടുള്ള ഒരു റെക്കോർഡാണ്. എന്നാൽ പോലും ഈ ഒരു മത്സരത്തിൽ അവിനാഷ് സാബ്ളെ 6ാമത്തെ പൊസിഷനിലേക്കാണ് എത്തിയിട്ടുള്ളത്. 1ാമത്തെ പൊസിഷൻ എത്യോപ്യയുടെ എബ്രഹാം സൈമയാണ്. 8 മിനിറ്റ് 2.36 സെക്കൻഡ് എത്യോപ്യയുടെ എബ്രഹാം സൈം. 2024 പാരീസ് ഒളിമ്പിക്സ് 2024 ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷൻ ആരായിരിക്കും?
ഗഗൻ നാരംഗ്. ഇന്ത്യയുടെ പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യൻ കണ്ടിജന്റ്, അതായത് ഇന്ത്യയിലെ അത്ലറ്റുകളും അതുപോലെ തന്നെ കായിക താരങ്ങളും പങ്കെടുക്കുന്ന ഈ ഒരു ടീമിന്റെ ഷെഫ് ഡി മിഷൻ ആയിരിക്കുള്ളൂ ഗഗൻ നാരംഗ്. ഇപ്പൊ ഷെഫ് ഡി മിഷൻ എന്നാൽ എന്താണ്? ഷെഫ് ഡി മിഷൻ എന്നാൽ അതായത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അധികാരികളുമായിട്ടുള്ള ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു റെപ്രസെന്റേറ്റീവ് എന്ന് പറയാൻ സാധിക്കും ഷെഫ് ഡി മിഷൻ. മേരികോമിനെയാണ് ഷെഫ് ഡി മിഷൻ ആയിട്ട് തുടക്കത്തിൽ നിയമിച്ചത്. എന്നാൽ മേരികോം ആ ഒരു സ്ഥാനത്ത് രാജിവെക്കുകയും പകരമായിട്ടാണ് ഷൂട്ടർ ഗഗൻ നാരംഗ് ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഷൂട്ടർ ഗഗൻ നാരംഗ് 2012 ഒളിമ്പിക്സിലെ 10 മീറ്റർ എയർ റൈഫിൾ ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ള ഒരു താരമാണ്. അതായത് ഗഗൻ നാരംഗിന്റെ അപ്പോയിന്റ്മെന്റ് അറിയിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. പാരീസ് ഒളിമ്പിക്സ് ഈ വരുന്ന ജൂലൈ 26 ആരംഭിക്കുകയും നെക്സ്റ്റ് മന്ത് അടുത്ത മാസം ഓഗസ്റ്റ് 11 അവസാനിക്കുകയും ചെയ്യും. ഇന്ത്യൻ അത്ലറ്റിക് ടീമിനെ നയിക്കുന്ന വ്യക്തിയാണ് നീരജ് ചോപ്ര. 2024-26 FATF പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ആരാണ്? എലിസ ഡി ആൻഡ് മെഡ്രാസോ. FATFന്റെ പ്രസിഡൻസി സ്ഥാനം 2024 മുതൽ 2026 വരെയായിരിക്കും. FATF എന്നാൽ എന്താണ്? ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഹെഡ്ക്വാർട്ടർ ആണ് ഫ്രാൻസിലെ പാരീസ്. FATF ഇതൊരു സാമ്പത്തിക സഹായം നൽകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രാജ്യങ്ങൾ തീവ്രവാദികളെ സാമ്പത്തിക സഹായം നൽകുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുകയും അങ്ങനെ ലിസ്റ്റിൽ പുറത്താക്കി കഴിഞ്ഞാൽ അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട പല സഹായങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സംഘടനയാണ് FATF, അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇന്ത്യ FATFിലെ അംഗമാണ്. FATFന് റിമൂവ് ചെയ്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ പല രാജ്യങ്ങൾക്കും സാമ്പത്തികമായിട്ട് തീവ്രവാദത്തിനു വേണ്ടി സഹായിക്കുന്നു എന്ന കാരണത്താൽ FATFിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ടാണ് എലിസ ഡി ആൻഡ മെഡ്രാസോ ജൂലൈ 1 മുതൽ 2026 ജൂൺ 30 വരെ പ്രസിഡന്റ് ആവുക. FATFിന്റെ വൈസ് പ്രസിഡന്റ് ആണ് കാനഡയിലെ ജെറമി വെയിൽ. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ആദ്യ വനിതാ ധനകാര്യമന്ത്രി ആരാണ്? റേച്ചൽ റിവിസ്. UK ആദ്യത്തെ വനിതാ ധനകാര്യമന്ത്രിയാണ് റേച്ചൽ റിവിസ്. ദ ഫസ്റ്റ് വുമൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് UK ആയിട്ടാണ് റേച്ചൽ റിവിസ്. 45 വയസ്സുള്ള റേച്ചൽ റിവിസ് എക്കോണമിസ്റ്റ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു UK ഭരണമാറ്റം. കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്ന ഋഷി സുനാക് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. എന്നാൽ കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുകയും ലേബർ പാർട്ടി വരികയും ലേബർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള കെയർ സ്റ്റാമർ ആണ് ഇപ്പോൾ UK പ്രൈം മിനിസ്റ്റർ. UK ബഡ്ജറ്റിന്റെ ഇൻചാർജ് ആയിട്ടാണ് റേച്ചൽ റിവിസിനെ എടുത്തിട്ടുള്ളത്. ഇതിലൂടെ UK ആദ്യത്തെ വുമൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ട് സ്ഥാനം ഏറ്റെടുത്തു. ഇന്നലെ ജൂലൈ 8 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ദേശീയപാത 66 എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? ഇതിന്റെ ഉത്തരം 5 സ്റ്റേറ്റ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് NH-66 കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കം മഹാരാഷ്ട്രയിൽ നിന്ന് ഇതിന്റെ അവസാനം തമിഴ്നാടാണ്. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഏത് സംസ്ഥാനത്താണ് മയക്കുമരുന്നുകൾ ബാലവേലരഹിതമായി പ്രഖ്യാപിച്ചത്? ജാർഖണ്ഡ്. 2024 ജൂലൈ 8 രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദർശിച്ച ഉദയഗിരി ഗുഹ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. 2024 ജൂലൈ 7 ഫ്രാൻസിൽ നടന്ന പാരീസ് ഡയമണ്ട് ലീഗിൽ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യക്കാരൻ ആരാണ്? അവിനാഷ് സാബ്ലെ. 2024 പാരീസ് ഒളിമ്പിക്സ് 2024 ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ് ഡി മിഷൻ ആരായിരിക്കും? ഗഗൻ നാരംഗ്. 2024-26 FATF പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് ആരാണ്? എലിസ ഡി ആൻഡ മാഡ്രസോ. യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ആദ്യ വനിതാ ധനകാര്യമന്ത്രി ആരാണ്? റേച്ചൽ റിവിസ്. ഇന്ന് ജൂലൈ 9 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്,
33ാമത് ഒളിമ്പിക് ഗെയിംസ് ഓഫ് 33 ഒളിമ്പ്യാഡ് എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ് ആതിഥ്യം വഹിക്കുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കൂ. തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.